ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കിടെക്ട്സ് ഇലക്ട്രോ കെമിസ്ട്രി അല്ലെ. വളരെ കുറഞ്ഞ സമയം, ഒരു 5 മിനിറ്റ് നിങ്ങൾ ഇരുന്നാൽ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക് മുഴുവൻ പഠിച്ചിട്ട് നിങ്ങൾക്ക് പോവാം. നോക്കിക്കോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് സെക്കൻഡറി സെൽ. അപ്പോ ഡ്രൈ സെൽ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററി ആണത് പ്രൈമറി സെൽ ആണ്. പ്രൈമറി സെൽ പി എന്നിടാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഓട്ടോമൊബൈൽ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി അത് സെക്കൻഡറി സെല്ലാണ്. മെർക്കുറി സെൽ വാച്ചിൽ ഉപയോഗിക്കുന്ന സെല്ലാണ്, അത് പ്രൈമറി സെല്ലാണ്. ക്ലിയർ അല്ലേ? അപ്പോ സെക്കൻഡറി സെൽ ഏതാണെന്ന് വെച്ചാൽ ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആണ് അല്ലെ. എന്തിൽ ഉപയോഗിക്കുന്ന, നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററി. സ്റ്റേറ്റ് കോളറൈസേഷൻ ലോ. കോളറൈസേഷൻ ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം ഒന്നുമല്ലേ, വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. സം ഓഫ് അയോണിക് കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. കാറ്റയോണിന്റെ കണ്ടക്ടിവിറ്റി പ്ലസ് ആനയോണിന്റെ കണ്ടക്ടിവിറ്റി, പോസിറ്റീവ് ചാർജിൽ അയോണിന്റെ കണ്ടക്ടിവിറ്റി പ്ലസ് നെഗറ്റീവ് ചാർജിൽ അയോണിന്റെ കണ്ടക്ടിവിറ്റി, അതാണ് ടോട്ടൽ മോളാർ കണ്ടക്ടിവിറ്റി. ഇവിടെ ഒരു എ ഇട്ടോ, ഇവിടെ ഒരു ബി ഇട്ടോ. എയും ബിയും നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോണാണ്. കാറ്റയോണിന്റെയും ആനയോണിന്റെയും എണ്ണമാണ് എയും ബിയും. അപ്പൊ കോളറൈസേഷൻ ലോ കിട്ടിയില്ലേ? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് an electrolyte at zero concentration is the sum of ionic conductivity of cations and anions. ക്ലിയർ അല്ലേ? ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നത് പോലുമില്ല, ജസ്റ്റ് ഇക്വേഷൻ എഴുതിയാൽ പോലും മാർക്കാണ്. ക്ലിയർ. അസറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കാണണം. അസറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കാണണമെങ്കിൽ മക്കൾ ചെയ്യേണ്ടത്, അസറ്റിക് ആസിഡിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കാണണമെങ്കിൽ ചെയ്യേണ്ടത് നോക്കിട്ടോ. ഇതാണ് അസറ്റേറ്റ് അയോൺ, ഇതാണ് അസറ്റേറ്റ് അയോൺ, ഇതാണ് H+ അയോൺ. അതായത് ഇവരെ രണ്ടുപേരെയും ആഡ് ചെയ്താൽ നമുക്ക് അസറ്റിക് ആസിഡിന്റെ കണ്ടക്ടിവിറ്റി കിട്ടും. അപ്പൊ എക്സ്ട്രാ വരുന്ന ആരാ? ഇതാ Cl ഉണ്ട്, Na ഉണ്ട്, NaCl അല്ലെ. ഇവിടെ ഇവിടെ അസറ്റേറ്റ് അയോണിന്റെ കണ്ടക്ടിവിറ്റി ഇവരെ രണ്ടുപേരെയും മക്കൾ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടുപേരെ ആഡ് ചെയ്യാം. ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്താൽ CH3CO- നെയും H+ നെയും ആഡ് ചെയ്താൽ അസറ്റിക് ആസിഡിന്റെ കണ്ടക്ടിവിറ്റി കിട്ടും. ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്തതിന് എക്സ്ട്രാ വരുന്ന ആരാ? NaCl അല്ലേ. അത് പോവാൻ ഇത് മൈനസ് ചെയ്താൽ മതി. അപ്പൊ അസറ്റേറ്റ് അയോണിന്റെ കണ്ടക്ടിവിറ്റി പ്ലസ് H+ അയോണിന്റെ കണ്ടക്ടിവിറ്റി ആണ് അസറ്റിക് ആസിഡിന്റെ കണ്ടക്ടിവിറ്റി. എക്സ്ട്രാ വരുന്നത് NaCl, അത് പോകാൻ ഇതങ്ങ് മൈനസ് ചെയ്യാം. സോ അസറ്റിക് ആസിഡിന്റെ കണ്ടക്ടിവിറ്റി കാണാൻ എന്താ ചെയ്യാം? അസറ്റിക് ആസിഡിന്റെ കണ്ടക്ടിവിറ്റി കാണാൻ 90 ആഡ് ചെയ്യാം പ്ലസ് 430. ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്തു, അതായത് ഇവരെയും ആഡ് ചെയ്തു, ഇതൊക്കെ മൈനസ് ചെയ്യും. 136 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. കിട്ടിയില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൊറോഷൻ. അറ്റ്മോസ്ഫിയറിലെ ഗ്യാസിന്റെ റിയാക്ഷൻ, അറ്റ്മോസ്ഫിയറിലെ മോയിസ്ചറിന്റെയും ഗ്യാസിന്റെയും റിയാക്ഷന്റെ ഫലമായിട്ട് മെറ്റൽ വളരെ സ്ലോ ആയിട്ട് അങ്ങോട്ട് നശിക്കുക. സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ, എന്താ പറയാ? സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ ഡ്യൂ ടു ദ അറ്റാക്ക് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് ആൻഡ് മോയിസ്ചർ. അറ്റ്മോസ്ഫിയറിലെ ഗ്യാസിന്റെയും മോയിസ്ചറിന്റെയും റിയാക്ഷന്റെ ഫലമായിട്ട് മെറ്റൽ വളരെ സ്ലോ ആയിട്ട് അങ്ങോട്ട് നശിക്കുക. ആ ഫിനോമിന കൊണ്ട് വിളിക്കുന്ന പേരെന്താ? കൊറോഷൻ എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? യെസ്. റൈറ്റ് എനി ടു മെത്തേഡ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള 2 മെത്തേഡുകൾ ഏതൊക്കെയാന്നുള്ള? കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള 2 മെത്തേഡ്, ഒന്ന് പെയിന്റിംഗ് ആണ്, രണ്ടാമത്തെ ലൂബ്രിക്കേറ്റിംഗ് ആണ്. ഒന്ന് പെയിന്റ് ചെയ്യുക, മറ്റത് ലൂബ്രിക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ ഗാൽവനൈസേഷൻ, ഇതൊക്കെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്താണ് കൊറോഷൻ അറിയാം? സ്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ ഡ്യൂ ടു ദ അറ്റാക്ക് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസ് ആൻഡ് മോയിസ്ചർ. അറ്റ്മോസ്ഫിയറിലെ ഗ്യാസിന്റെയും മോയിസ്ചറിന്റെയും റിയാക്ഷന്റെ ഫലമായിട്ട് മെറ്റൽ വളരെ സ്ലോ ആയിട്ട് അങ്ങോട്ട് നശിക്കുക. അതിനെ വിളിക്കുന്ന പേരാണ് കൊറോഷൻ. റൈറ്റ് എനി ടു മെത്തേഡ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ. പെയിന്റിംഗ്, ലൂബ്രിക്കേറ്റിംഗ്, ഗാൽവനൈസേഷൻ, ഇതൊക്കെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ്. വാട്ട് ഈസ് ഫ്യൂവൽ സെൽ? വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജ്? ഫ്യൂവൽ സെൽ എന്ന് പറഞ്ഞാൽ സെൽ ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ബൈ ദ ബേണിംഗ് ഓഫ് ഫ്യൂവൽ. ഫ്യൂവൽ ബേൺ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഫ്യൂവൽ സെൽ. എക്സാമ്പിൾ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. പൊല്യൂഷൻ ഫ്രീ വർക്കിംഗ് ആണ്. പൊല്യൂഷൻ ഫ്രീ വർക്കിംഗ്, കണ്ടിന്യൂസ് ആയിട്ട് എനർജി സപ്ലൈ ചെയ്യും, 100% എഫിഷ്യൻസി, ഇതൊക്കെ ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജാ. 100% എഫിഷ്യൻസി ഉള്ള സെല്ലുകളാണ് ഫ്യൂവൽ സെൽ. പൊല്യൂഷൻ ഫ്രീ ആണ്. ഒരു തരത്തിലുള്ള പൊല്യൂഷനും ഫ്യൂവൽ സെല്ലിന്റെ വർക്കിങ്ങിന്റെ ഫലമായിട്ട് ഉണ്ടാവത്തില്ല. കണ്ടിന്യൂസ് ആയിട്ട് എനർജി സപ്ലൈ ചെയ്യും. ഒന്നുമല്ല, ഈ ഫ്യൂവൽ സെല്ല് വർക്ക് ചെയ്താൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ കിട്ടുക. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വാട്ടർ സോഴ്സ് ഇൻ സ്പേസ് ക്രാഫ്റ്റ്. അപ്പോളോ പോലുള്ള സ്പേസ് ക്രാഫ്റ്റിൽ വാട്ടർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ആരാ? ഫ്യൂവൽ സെല്ലുകളാണ് ഉപയോഗിക്കുക. ക്ലിയർ അല്ലേ? യെസ്.
Calculate the standard EMF of the cell in which the following reaction takes place. Standard EMF calculate ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Standard EMF calculate ചെയ്യാൻ എളുപ്പമാണ്. E0 EMF calculate ചെയ്യാൻ വളരെ എളുപ്പമാണ്. E0 cathode minus E0 anode ചെയ്താൽ മതി. E0 cathode minus E0 anode ചെയ്താൽ മതി. ഏതാണോ വലിയ സംഖ്യ 0.34 ആണ്. 0 ഏതാ ചെറിയ സംഖ്യ minus 0.76 ആണ്. വലിയ സംഖ്യ ചെറിയ സംഖ്യ കൊണ്ട് മൈനസ് ചെയ്യാം. 0.34 minus 0.76 എന്ന് പറഞ്ഞാൽ പ്ലസ് ആയി മാറി. that is 1.1 volt. E0 EMF കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഏതാ വലിയ സംഖ്യ 0.34 ആ, ഏതാ ചെറിയ സംഖ്യ minus 0.76. ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഒന്നും നോക്കണ്ട, വലുത് ചെറുത് കുറയ്ക്കുക. 0.34 minus 0.76 അതിരടി 1.1 വോൾട്ട് കിട്ടി. ക്ലിയർ അല്ലേ? യെസ്. Define molar conductivity of a solution. Molar conductivity of a solution ആൽ lambda m ഇത്ര മാത്രം. ഇത് molar conductivity എത്രയാ? lambda m is equal 1000 k by molarity. 1000 k by molarity. ഇതാണ് molar conductivity. എന്താ molar? Define molar conductivity. lambda m is equal 1000 k by molarity ആണ് molar conductivity. Clear ആണ്? Molar conductivity decreases or increases on dilution. Increases on dilution. ഡയലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. ബിക്കോസ് മൊളാരിറ്റി ഡിക്രീസസ്. അതായത് ഡയലൂട്ട് ചെയ്താൽ ഡിനോമിനേറ്റർ കുറയും. ഡയലൂട്ട് ചെയ്താൽ ഡിനോമിനേറ്റർ കുറഞ്ഞാൽ ടോട്ടൽ വാല്യൂ കൂടും. അത്രേ ഉള്ളൂ. എന്താ മോളാർ കണ്ടക്ടിവിറ്റി? ലാംഡ എം ഈസിക്കൽ 1000 k ബൈ മൊളാരിറ്റി. യൂണിറ്റ് ചെയ്ത് കൊടുക്കുക. സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോളിനോട് യൂണിറ്റ് എഴുതി കൊടുക്കുക. മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ ഡയലൂട്ട് ചെയ്താൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. എന്താ കാര്യം? മൊളാരിറ്റി കുറയും. മൊളാരിറ്റി കുറഞ്ഞാൽ ടോട്ടൽ വാല്യൂ കൂടും. റെഡി അല്ലേ? ലിമിറ്റിംഗ് മോള് നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് ദ ലോ, പോളറൈസേഷൻ ലോ പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ പ്രൈമറി സെൽ. ഡ്രൈ സെൽ ഒരു പ്രൈമറി സെൽ ആണ്. മെർക്കുറി സെൽ ഒരു പ്രൈമറി സെൽ ആണ്. ഒരു പ്രൈമറി സെൽ ആണ്. അടുത്ത് വാട്ട് ആർ ഗാൽവനിക് സെൽ? സെൽ ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി. എന്താണ് ഗാൽവനിക് സെൽ? കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഡിവൈസ് ആണ് ഗാൽവനിക് സെൽ. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് ഗാൽവനിക് സെൽ. റൈറ്റ് ദ സെൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ റെപ്രസെന്റ് ചെയ്യാം. Zn+, ഇതാണ് ഡാനിയൽ സെൽ അല്ലെ. 1 മോളാർ കോൺസെൻട്രേഷൻ Cu2 + ബാർ Cu. ക്ലിയർ അല്ലേ? ഡാനിയൽ സെൽ Zn+, Cu2 + ബാർ Cu. ഇതാണ് ഡാനിയൽ സെൽ റെപ്രസെന്റേഷൻ. സ്റ്റേറ്റ് പോളറൈസേഷൻ ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാൽക്കുലേറ്റ് ദ മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.05 മോളാർ. മൊളാരിറ്റി തന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? കണ്ടക്ടിവിറ്റി K തന്നിട്ടുണ്ട്. അപ്പൊ മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ ലാംഡ m is equal to 1000 k by molarity എന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. 1000 ഇതാ, K എത്രയാ? 0.01148 ഡിവൈഡ് ബൈ മൊളാരിറ്റി എത്രയാ? 0.05 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പോയിന്റ് കംപ്ലീറ്റ് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ബൈ.